പോയിരുന്നപ്പോ ദേ ആശാന്റെ ഉള്ളിൽ എയ്പ്പ് ഇൻസ്റ്റിങ്ക്റ്റ് പുറത്ത് ചാടി. വീണ്ടും അതാ വന്നിട്ട് അവൻ മരത്തിൽ കയറി 2 പുള്ളപ്പെടുക്കുന്നു. ഇതിനും മാത്രം എനർജി ആശാൻ എവിടുന്ന് കിട്ടുന്ന? അപ്പോൾ അത് എത്ര നേരം വെറുതെ നിന്ന് ചേട്ടൻ ചൂണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടേക്കുന്നു. തുരുമ്പ് പിടിച്ച സ്ലൈഡിലേക്കുള്ള വിപത്ത് മനസ്സിലാക്കിയ സച്ചു അതിന് മണ്ടേ കയറി പോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നേരെ ചാടി ഇറങ്ങി അവിടെ കണ്ടൊരു മുതലയുടെ വായി തലയിട്ട് ഒറ്റച്ചിരി. മുതലബിലെ വാട്ട് ബ്രോ. അതിനുശേഷം 3 പേരും കൂടി ഒരു വട്ടമേശ സമ്മേളനം പോലെ എന്തോ കൂലങ്കശമായ ചർച്ചയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ABCD ആണ്. അതിൽ എന്നെയും കൂടി കയറ്റാൻ വേണ്ടി ഒരു റിവേഴ്സ് ഷോട്ട് പ്ലാൻ ചെയ്ത് സച്ചുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് പുറകോട്ട് നടക്കാൻ പറയുന്ന സമയത്ത് ബൂം, ആകാശത്ത് നിന്ന് നിറം മാറി. അതാ മഴ വലിയ വലിയ തുള്ളികളായിട്ട് പോകുന്നു. സച്ചു അത് ഏറ്റവും ലോങ് ഡിസ്റ്റൻസിൽ അത് മുന്നോട്ട് ഓടുന്നു. ശ്രുതി ബിലേക്ക് എടാ പ്രേമ, എനിക്ക് നാട്ടിലെ വഴി അറിയില്ലടാ. എന്റെ ശിവനെ, ഇത് ഏത് ജില്ല എന്ന് പറഞ്ഞ് 2 റൗണ്ട് കറങ്ങി എങ്ങനെയൊക്കെയോ കറങ്ങി വന്ന് ഞങ്ങൾ നിൽക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ അടിയിൽ വന്ന് നിന്നു. അപ്പോഴുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഫിഷിംഗ് ചേട്ടൻ നടന്നു വരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ ചേട്ടൻ മീൻ കിട്ടിയോ? അദ്ദേഹം ലൈക്ക് ഒന്ന് പോയിടറക്കാൻ അപ്പുറത്തോട്ട് പോയി. തട്ടത്തിമരത്തിൽ ആയിഷനെ പോലെ ആയെന്ന് വിചാരിച്ച നനഞ്ഞ കോഴിനെ പോലെ ആയ ശ്രുതിയും ഇന്നത്തെ കുളി ലാഭമായല്ലെന്ന് വിചാരിച്ച സച്ചുവിനെ